നമുക്കിന്ന് ഗ്ലാസ്സിലേക്കൊരു മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യാം. ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് വേണ്ടതൊരു ഗ്ലാസ് തന്നെയാണ്. ഇപ്പോൾ ഗ്ലാസ് പീസ് 3mm ആണ്. 3mm ഗ്ലാസ് പീസ് എടുത്തിട്ട് നമ്മൾ ഡിസൈൻ ഷീറ്റ് എടുത്ത് ഗ്ലാസിൻ്റെ അടിയിലേക്ക് വെക്കണം. അത് കറക്റ്റ് അളവിലേക്ക് വേണം ആ ഷീറ്റ് വെക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മളൊരു പേപ്പറിൻ്റെ അടിയിലേക്ക് വെച്ചേക്കണം കേട്ടോ എപ്പോഴും, കാരണം നമുക്ക് തിരിക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്ലാസ് ലൈനർ എടുത്ത് അതിനെ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഗ്ലാസ് ലൈനർ ഔട്ട്ലൈൻ എല്ലാം ലൈനർ വെച്ച് ഇട്ട് കൊടുക്കണം. അപ്പോൾ വളരെ സൂക്ഷിച്ച് അതിങ്ങനെ പതുക്കെ ഒന്ന് ചരിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. നല്ല നീറ്റായിട്ട് വരും. ഇപ്പോൾ അത് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ചങ്ങനെ തെറ്റിപ്പോയാൽ അത് അന്നേരം തൂക്കണ്ട, അത് അങ്ങനെ തന്നെ നിന്നോട്ടെ. നമുക്കത് ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്കതിനെ കട്ട് ചെയ്ത് ഭംഗിയാക്കി എടുക്കാം. ഞാൻ പേപ്പർ അടിയിൽ വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്ലാസ് തിരിക്കുമ്പോൾ ഡിസൈൻ ഷീറ്റ് അറിയാണ്ട് തിരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ആ പേപ്പറിൽ പിടിച്ചിട്ട് വേണം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനായിട്ട്. ഡിസൈൻ ഷീറ്റ് അടിയിൽ നിന്ന് അനങ്ങരുത്, ഒട്ടും തന്നെ അനങ്ങിപ്പോരുത്. ഇനി അറിയാണ്ടെങ്ങാനും നീങ്ങിപ്പോയാൽ തന്നെ നമ്മൾ കറക്റ്റ് വെച്ചിട്ട് വീണ്ടും ചെയ്താൽ മതി. നമുക്ക് കൈ കൊണ്ട് പറ്റുന്ന രീതിയിലേക്ക് അതിനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് തിരിച്ച് വെച്ച് ചെയ്യണേ. ഇപ്പോൾ മുഴുവനായിട്ട് ലൈനറിട്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തെറ്റി എങ്ങാനും പോവുകയാണെങ്കിൽ അത് നമ്മൾ അന്നേരം ഒന്നും ക്ലീൻ ചെയ്യണ്ട. ഇത് ഡ്രൈ ആയിട്ട് നമുക്കത് ഇപ്പോൾ ഇതിൽ കാര്യമായിട്ടൊന്നും കളയേണ്ട ആവശ്യമില്ല. എന്നാൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യുവാണേ. ഇപ്പോൾ കുറച്ച് വീതി കൂടിയൊക്കെ വന്ന ഏരിയ ഉണ്ടെങ്കിൽ നമുക്കതിനെ പതുക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. സൈഡിൽ നിന്ന് കുറേശ്ശെ ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നീറ്റായിട്ട് ഇരുന്നോളൂ. ഇനി കോർണറൊക്കെ വന്ന സമയത്ത് ചിലപ്പോൾ കുറച്ച് ഇങ്ങനെ അങ്ങോട്ട് കട്ടി കൂടി വരും. അപ്പോൾ അവിടെ വേണമെങ്കിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇതിലിപ്പോൾ വലിയ കുഴപ്പമില്ല, ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ ഗ്ലാസ് പെയിൻറ്റ് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഗ്ലാസ് പെയിൻറ്റ് ഇപ്പോൾ യെല്ലോയും എടുത്തിട്ടുണ്ട്, റെഡും എടുത്തിട്ടുണ്ട്. നമുക്ക് വെച്ചാൽ മ്യൂറൽ പെയിൻറ്റിങ് ആയതുകൊണ്ട് അതിന് യെല്ലോയും ഓറഞ്ചുമാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ യെല്ലോ നമ്മൾ ഓരോ ഏരിയ ആയിട്ട് ചെയ്ത് പോകണം. ഇപ്പോൾ ലൈനറിട്ട് എല്ലാം ഇങ്ങനെ തിരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഓരോ ഏരിയയിൽ കംപ്ലീറ്റ് ആയിട്ട് ബേസ് കളർ നമ്മളങ്ങ് യെല്ലോ ഇട്ട് കൊടുക്കുകയാണ്. എല്ലാം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് അങ്ങ് ഇട്ട് കൊടുക്കുക. ഇത് വാട്ടർ ബേസ്ഡ് ഗ്ലാസ് പെയിൻ്റാണ് ഞാൻ യൂസ് ചെയ്യണത്. സോളിഡ് ബേസ്ഡ് ആണെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് അരികുന്ന് നമ്മൾ റെഡ് കളർ 2 അരികിലും ഇട്ട് കൊടുക്കുക, വളരെ കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളതിനെ ആ യെല്ലോ ആയിട്ട് ബ്ലെൻഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഓറഞ്ച് കളർ കിട്ടും. ഇതാണ് നമുക്ക് ചെയ്യാനായിട്ട് എളുപ്പമായിട്ടുള്ളത്. കാരണം ആക്ച്വലി ഗ്ലാസ് പെയിൻറ്റിലിപ്പം വാട്ടർ കളറിൽ ഓറഞ്ച് കളർ വരുന്നുണ്ട്, പക്ഷേ അതിടുന്നതിനേക്കാളും കുറച്ചും കൂടെ ഭംഗി നമുക്ക് യെല്ലോയിൽ റെഡ് അങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്തിടുമ്പോൾ നല്ല ഫിനിഷിങ് വരുന്നുണ്ട്. അത് നമുക്ക് കുറച്ച് വെള്ളം കൂടെ പതുക്കെ ടച്ച് ചെയ്ത് നമുക്കതിനെ ബ്ലെൻഡ് ആക്കാം കേട്ടോ. എളുപ്പത്തിനാണ് നമുക്ക് വെള്ളം കൊണ്ട് മിക്സ് ചെയ്യല്ല, ബ്രഷിൽ പതുക്കെ എടുത്തിട്ട് നമ്മളതിനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഓരോ ചെറിയ പോർഷൻ വെച്ചിട്ടാണല്ലോ ചെയ്യണത്, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ബോട്ടിൽ എടുക്കുമ്പോൾ വല്ലാണ്ട് ഷെയ്ക്ക് ചെയ്യരുത് കേട്ടോ. ഷെയ്ക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ബബിൾസ് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ബബിൾസ് വന്നാൽ തന്നെ നമ്മളത് ടിഷ്യൂലോട്ടൊന്ന് തൂത്തിട്ട് അങ്ങ് ഇട്ടാൽ മതി. ഇപ്പോൾ ഗ്ലാസ്സിലേക്ക് ഇടുന്ന സമയത്ത് വല്ലാണ്ട് ബബിൾസ് വരുവാണെങ്കിൽ നമ്മളതൊരു ടൂത്ത് പിക്ക് എടുത്തിട്ട് പതുക്കെ തട്ടിക്കളയുക, അല്ലെങ്കിൽ ബ്രഷ് വെച്ചിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും അതിനെ തൂത്ത് മാറ്റിയിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്.
ഇത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ഫ്ലവറിൻ്റെ ലോട്ടസിൻ്റെ ആ സ്റ്റെമ്മിനും കൂടെ ചെയ്യാനുണ്ട്. അത് നമുക്ക് ഗ്രീൻ ഇട്ട് കൊടുക്കാം. ഞാൻ ചുമ്മാ ബേസ് ആ ഒരു യെല്ലോ ഇട്ടിട്ട് ഡാർക്ക് ഗ്രീൻ അങ്ങ് ഇട്ട് കൊടുത്ത് ബ്ലെൻഡ് ചെയ്ത് അങ്ങ് എടുത്ത് അത്രേ ചെയ്തിട്ടുള്ളൂ. അതിൽ വെച്ചാൽ വളരെ തിന്നായിരുന്നു, അത്ര വീതിയൊന്നും ഉണ്ടായില്ല, ഷെയ്ഡ് കൊടുക്കാനുള്ള ഏരിയ ഒന്നും ഉണ്ടായില്ല. ചുമ്മാ ഗ്രീൻ അങ്ങ് ഇട്ട് കൊടുത്തു. നമുക്ക് വൈറ്റ് ഇടാനുള്ള കുറച്ച് പോർഷൻ ഉണ്ട്. അപ്പോൾ ആ ഏരിയയിലൊക്കെ വൈറ്റ് ഇട്ട് കൊടുക്കാം, കണ്ണിൻ്റെ ഉള്ളിലും. പിന്നെ നമുക്ക് മ്യൂറൽ പെയിൻറ്റിങ്ങിൽ എപ്പോഴും ഇങ്ങനെ കുറച്ച് ഏരിയ ഉണ്ടാവും, അവിടെയൊക്കെ നമ്മൾ വൈറ്റാണ് സാധാരണ ഇടുന്നത്. അപ്പോൾ ഞാനതിന് ഫാബ്രിക് പെയിൻറ്റ് തന്നെ എടുത്തത്. ഫാബ്രിക് അല്ലെങ്കിൽ ആക്രിലിക് പെയിൻ്റ് ആയാലും കുഴപ്പമില്ല കേട്ടോ. അതിൻ്റെ ലൈനർ പോവാണ്ട് സൂക്ഷിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ ബീക്കിനും ബ്ലാക്കും കൊടുത്തു. അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് തീർന്നിട്ടുണ്ട്, നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ തിരിച്ച് വയ്ക്കുമ്പോൾ ഞാൻ അതിൻ്റെ ബാക്ക് സൈഡിൽ പെയിൻറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ തിരിച്ച് വയ്ക്കുമ്പോൾ താഴെ ടച്ച് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് വേണം വയ്ക്കാൻ. അത് എവിടെയും ടച്ച് ആവരുത്, കാരണം ഗ്ലാസ് പെയിൻറ്റ് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ടച്ചായി കുറച്ച് നേരം ഇരുന്നുണ്ടെങ്കിൽ അത് പോകും ചിലപ്പോൾ. എന്നിട്ട് എൻ്റെ ബാക്ക് സൈഡിലേയും പെയിൻറ്റ് ചെയ്യാൻ പോവാണ്. ഇതിപ്പോൾ അക്രിലിക് പെയിൻ്റാണ് ഇട്ടേക്കണത്. ഇത് കാഡ്മിയം യെല്ലോ. നമ്മൾ ആ ഡിസൈനിൻ്റെ മുകളിലായിട്ട് മുഴുവനും ഞാൻ യെല്ലോ കൊടുത്തു. ഒരു സ്പോഞ്ച് എടുത്തിട്ട് അതിനെ നല്ലോണം ഇങ്ങനെ തട്ടി അങ്ങ് ടച്ച് ചെയ്ത് കൊടുക്കുക നല്ലോണം. വല്ലാണ്ട് പെയിൻറ്റ് ബ്രഷ് കൊണ്ട് അടിക്കണ പോലെ വേണ്ട, വളരെ തിന്നായിട്ട് മതി. നമുക്കിതുപോലെ പ്രസ് ചെയ്ത് അങ്ങനെ അങ്ങ് പോയാൽ മതി. ഇനി അവിടെ നിന്ന് സ്കാർലറ്റ് എടുത്തിട്ട് നമ്മൾ ഔട്ടർ പോർഷനിൽ അത് അറ്റത്തായിട്ട് നമുക്ക് നന്നായിട്ട് ഓറഞ്ച് തന്നെ അത് കളർ കൊടുക്കുക. അത് കഴിഞ്ഞാൽ യെല്ലോയും ഓറഞ്ചും കൂടെ ബ്ലെൻഡ് ആ ഭാഗത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ യെല്ലോ ഇട്ടിട്ട് ആ ഏരിയ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. ബ്ലെൻഡ് ചെയ്യാൻ നേരത്ത് നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ഗ്ലാസ് പതുക്കെ ഒന്ന് തിരിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ ഒരു കൈ കൊണ്ട് പിടിച്ച് മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ്, അത് ബ്ലെൻഡ് ആവണം, കറക്റ്റായിട്ട് കാണാൻ പറ്റും. അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തേക്കണോണ്ട് കുറച്ച് ഫാസ്റ്റായിട്ട് നമ്മളതിനെ ബ്ലെൻഡ് ചെയ്യണം, കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയി പോവും. കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഇത് ഫിനിഷ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതെങ്ങനെയുണ്ട്, നല്ല ഭംഗിയില്ലേ? വളരെ എളുപ്പമാണ് ചെയ്യാനുണ്ട്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ഗ്ലാസ് പെയിൻറ്റ് മാത്രം യൂസ് ചെയ്തേക്കുമല്ലോ. ഫ്രെയിമൊക്കെ ചെയ്ത് വെച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. മ്യൂറൽ പെയിൻറ്റിങ് ഗ്ലാസ്സിൽ ചെയ്യാൻ ചിലപ്പോൾ നമ്മൾ ബാക്കിൽ അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തേക്കണ മാത്രമേ ഉള്ളൂ. പിന്നെ സാധാ ഗ്ലാസ് പെയിൻറ്റ് ചെയ്യണ പോലെ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇതിപ്പോൾ ഞാനൊരു കഥകളിയിട്ട് ഇത് ഗ്ലാസ്സിൽ തന്നെ ചെയ്തേക്കണതാണ്, റിവേഴ്സായിട്ടാണ് ചെയ്തേക്കണത്. മ്യൂറൽ പെയിൻറ്റിങ് തന്നെയാണ്. അപ്പോൾ അതിൽ നമ്മൾ ആ ഡോട്ട് ഷെയ്ഡിങ് ഒക്കെ കൊടുത്ത് തന്നെ ചെയ്തേക്കണേ. അപ്പം നമ്മൾ വേറൊരു മ്യൂറൽ പെയിൻറ്റിങ് ക്യാൻവാസിൽ ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ. അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്നെടുത്ത് കണ്ടാൽ മതി. ആ ഒരു മെത്തേഡിലാണ് ഞാനിത് ചെയ്തേക്കണത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം.